വക്കം പഞ്ചായത്ത് അംഗം വി അരുണിൻ്റെയും അമ്മ വത്സലയുടെയും വേർപാട് നാടിനെ ഞെട്ടിച്ചു. രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് മുൻനിരയിലുണ്ടായിരുന്ന ആളായിരുന്നു അരുൺ. ഒൻപതാം വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്തതിന് പിന്നിൽ പ്രവർത്തന മികവായിരുന്നു ഘടകം. സഹായം തേടിയെത്തുന്നവർക്കെല്ലാം ആശ്വാസം പകരാൻ ശ്രമിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അരുണിനെതിരെ നിരന്തരം വ്യാജ ആരോപണങ്ങൾ ഉയർന്നിരുന്നതായി സുഹൃത്തുക്കൾ പറഞ്ഞു. അരുൺ ജാതി അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ച് പരാതിയും പോലീസിന് മുന്നിലെത്തി. എതിരാളികളിൽ ചിലർ മോഷണക്കുറ്റവും ആരോപിച്ചു. തൻ്റെ നിരപരാധിത്വം പലവട്ടം തുറന്നു പറഞ്ഞെങ്കിലും ആരോപണങ്ങളും കേസ് അന്വേഷണവും അരുണിനെ മാനസികമായി തളർത്തിയതായി അടുപ്പമുള്ളവർ പറയുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം തൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയെങ്കിലും പരസ്യമായി പിന്തുണയ്ക്കാൻ വേണ്ടപ്പെട്ടവരാരും മുന്നിലെത്തിയില്ല എന്നും അരുൺ പറഞ്ഞിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിധി വിട്ടപ്പോൾ വിദേശത്ത് ജോലിക്ക് ശ്രമിച്ചു. പാസ്പോർട്ട് പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും കേസിന്റെ പേരിൽ നിരാകരിക്കപ്പെട്ടു. താനില്ലാതെ അമ്മയ്ക്കും കുടുംബത്തിനും മുന്നോട്ടു പോകാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്കാവൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. 48 മണിക്കൂർ ഒരു മിനിറ്റ് മുമ്പോട്ട് പോകാൻ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. 48 മണിക്കൂറിനുള്ളിൽ പ്രതികളായവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനൊടുവിലാണ് മൃതദേഹം വീട്ടിലേക്ക് മാറ്റി സംസ്കരിച്ചത്. ആദരസൂചകമായി കടയ്ക്കാവൂർ വക്കം മേഖലയിൽ ഇന്നലെ കടകമ്പോളങ്ങൾ അടച്ചിട്ടിരുന്നു. വിസ്മയ ന്യൂസ്, കടയ്ക്കാവൂർ.